സ്വരാജ്, താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ, ഏഷ്യൻ, ഇന്ത്യൻ, ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോ. സാധാരണഗതിയിലാണോ മരിച്ചത്? അല്ല. സ്പോർട്സ് ആണോ? നോ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? യെസ്. രാഷ്ട്രീയം? യെസ്. മലയാളി? നോ. സൗത്ത് ഇന്ത്യൻ? നോ. 10 ചോദ്യങ്ങൾ പിന്നിടുമ്പോ എനിക്കും സ്വരാജിനും ഇടയിൽ ഇനി 11 ചോദ്യങ്ങളില്ല, കേവലം 8 ചോദ്യങ്ങൾ. സ്വരാജ് ഇതുവരെ ഒരു ലൈഫ് ലൈൻ സ്വീകരിച്ചിട്ടുമില്ല. വളരെ വേഗത്തിലാണ് 10 ചോദ്യങ്ങൾ കടന്നുപോയത്. 10 കഴിഞ്ഞാൽ പിന്നെ ആപത്ത് എന്ന് പണ്ടാരോ പറഞ്ഞു. എനിക്കായിരിക്കും. 1950 ശേഷം മരണം? നോ. അല്ല. അല്ല. അദ്ദേഹം 1900 ശേഷമാണോ മരിച്ചത്? അതെ. അതെ. 50 ശേഷം അല്ല എന്ന് പറഞ്ഞത്. അതെ. തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ്. അതെ. 1925 ശേഷം വരണം? യെസ്. ആണ്. 1945 ശേഷം വരണം? നോ. സ്വരാജ് ഒരിക്കലും ഭഗത് സിംഗിനെ വിചാരിക്കില്ല എന്നെനിക്കറിയാം. വൈ? അത്ര ഡയറക്റ്റ് ആയിട്ട് സ്വരാജ് ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാൻ ഡയറക്റ്റാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് R എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു? നോ. ഇല്ല. ഭഗത് സിംഗ് മരിച്ച അതേ ദിവസം തന്നെയാണോ അദ്ദേഹവും മരിച്ചത്? നോ. ലോർഡ് വില്യം വൈലിയെ കൊല ചെയ്തത് അദ്ദേഹമാണ്? നോ. അല്ല. അല്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി എനിക്കൊരു ഉത്തരമേ പറയാൻ പറ്റൂ. ഐ ഗോ ഫോർ എ വൈറ്റ് ഗസ്. ഭഗത് സിംഗ് മരിച്ച ആ ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ അത് രാജ്ഗുരുവല്ല, സുഖദേവല്ല. വില്യം വൈലിയെ കൊന്നയാളല്ലാത്തത് കൊണ്ട് തന്നെ അത് മദൻലാൽ ഡിങ്കറയല്ല, പ്രഫുല്ല ചാക്കയല്ല, ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. എന്നാൽ 25-ന് ശേഷമാണ് മരിച്ചതെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഖുദിറാം ബോസിലും സൂര്യസെനിലും ഒന്നും എന്റെ മനസ്സ് പോകേണ്ട കാര്യവുമില്ല. 45-ന് മുമ്പാണെന്ന് പറയുകയും ചെയ്തു. വളരെ പ്രധാനവും നിർണായകവുമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇനി ചോദിക്കാൻ അവസരവുമില്ല. മരിച്ചത് ഇന്ത്യയിൽ വെച്ചാണോ എന്ന്. അത് ഇനി നിവൃത്തിയുമില്ല. എനിവേ, ഐ ആം ഗോയിങ് ഫോർ എ വൈറ്റ് ഗസ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് തന്റെ പേര് പിന്നീട് ഔദ്യോഗികമായി മാറ്റിയ ഉത്തം സിംഗ് ആണോ സ്വരാജിന്റെ മനസ്സിൽ? അല്ല. കൺഗ്രാചുലേഷൻസ് സ്വരാജ്. ആരെയാ വിചാരിച്ചത്? ഫൗജ സിംഗ്. ഫൗജ സിംഗിനെയാണ് വിചാരിച്ചത്. വണ്ടർഫുൾ. ഫൗജ സിംഗിനെ മനസ്സിൽ വിചാരിക്കുന്നത് വഴി സ്വരാജ് എന്നെ പരാജയപ്പെടുത്തുകയും മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി. ഫൗജ സിംഗ്, വക്കം അബ്ദുൽ ഖാദർ, SP വർദ്ധൻ, അനന്തൻ നായർ എന്നിവർക്കൊപ്പം 1943 സെപ്റ്റംബർ 10-ന് മദ്രാസിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട ധീരൻ. മലയയിൽ നിന്ന് റേഡിയോ വഴി സ്വാതന്ത്ര്യ സമരത്തിനായി ആഹ്വാനം നടത്തി എന്ന കുറ്റത്തിനാണ് തൂക്കിലേറ്റിയത്. ആ കൂട്ടത്തിൽ ബോണി സെയ്സ് പെരേരയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. INA യുടെ സജീവ പ്രവർത്തകനായിരുന്നു ഫൗജ സിംഗ്.